സ്കൂൾ കാലം മുതൽ നമ്മൾ നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്താണെന്നറിയോ? 50-60 പേരടങ്ങുന്ന ഒരു വലിയ ഓഡിയൻസിന് മുന്നിൽ സംസാരിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തുന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ക്ലാസ് റൂമാണ് നമുക്ക് ആത്മവിശ്വാസത്തോടെ സംസാരിക്കാനും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനൊക്കെ ഉള്ള ആദ്യത്തെ വേദി നമുക്ക് തുറന്നു തരുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒപ്പീനിയൻ ഒക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പതുക്കെ അതിൽ എസ്കേപ്പ് ആവാനാണ് നോക്കാറുള്ളത്, അല്ലേ? എന്നിട്ട് നമ്മുടെ സുഹൃത്തുക്കളുടെ പേരൊക്കെ പറയും, ഇതാ ഇവൻ പറയൂട്ടോ അല്ലെങ്കിൽ അവൾ പറയൂട്ടോ എന്നൊക്കെ പറഞ്ഞ് അവരുടെ പേര് നമ്മളിങ്ങനെ ഉച്ചത്തിൽ പറയും. ഒരുപാട് കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ട്. ഒന്നാമത്തേത് നമ്മുടെ പ്രായം, ടീനേജ് ആണ്. ആ സമയത്ത് കൂട്ടുകാരെ കളിയാക്കോ ജഡ്ജ് ചെയ്യോ എന്നൊക്കെയുള്ള പേടി ഉണ്ടായിരിക്കാം. പക്ഷെ ഈ പേടിയൊക്കെ കാരണം നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ ഏറ്റവും വലിയ അവസരമാണ്. സ്കൂളും കോളേജും ഒക്കെ കഴിഞ്ഞ് ഒരു ജോലിക്ക് കയറുമ്പോഴാണ് ഇതിന്റെ ബുദ്ധിമുട്ട് ശരിക്കും നമ്മൾ അറിയാൻ പോകുന്നത്. ഇന്റർവ്യൂ, ഡിസ്കഷൻസ്, ഐഡിയ പ്രസന്റേഷൻ, മീറ്റിംഗ്സ് തുടങ്ങി നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട, നന്നായി പെർഫോം ചെയ്യേണ്ട സിറ്റുവേഷൻസ് ആണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുക. എത്ര തവണ നമ്മൾ ഓഡിയൻസിന്റെ മുന്നിൽ സംസാരിക്കുന്നോ അത്രയും നമ്മൾ കോൺഫിഡന്റ് ആവും. അപ്പൊ എനിക്ക് സ്റ്റുഡൻസിനോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന അവസരങ്ങളുണ്ടല്ലോ, അത് സെമിനാർ പ്രസന്റേഷൻ ആവാം, ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യുന്ന അവസരങ്ങളായിരിക്കാം, പബ്ലിക് സ്പീച്ച് ആവാം. ഇത് ചിലപ്പോൾ ഭാവിയിൽ കിട്ടിയെന്ന് വരില്ല. നമുക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള നമ്മുടെ ഫ്രണ്ട് സർക്കിളും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ മടിയൊന്നും കൂടാതെ ഇവിടെ തന്നെ സംസാരിച്ചു തുടങ്ങിക്കോളൂ. ഉള്ളിലുള്ള പേടിയും സങ്കോചവും ഒക്കെ മാറി ആത്മവിശ്വാസത്തോടെ ഏത് ഓഡിയൻസിന്റെ മുന്നിലും സംസാരിക്കാനുള്ള ധൈര്യം നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും. ടീച്ചേഴ്സിനോട് പറയാനുള്ളത്, കുട്ടികൾക്ക് സംസാരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കൂ എന്നുള്ളതാണ്. ടോക്കിംഗ് പോയിന്റുകൾ, ഡിബേറ്റുകൾ, സ്കൂൾ റേഡിയോ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ സ്റ്റുഡൻസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല അവസരങ്ങളാണ്. ലെറ്റ് ദം സ്പീക്ക് ആൻഡ് ലെറ്റ് ദം എക്സ്പ്രസ് ദിയർ ഐഡിയാസ്.